ബഷീർ, നിങ്ങളൊക്കെ ഒന്ന് ഇടപെടൂ, നിങ്ങളൊക്കെ ഒന്ന് ഇറങ്ങൂ. നമ്മൾ മലയാളികളല്ലേ, നമ്മുടെ ഒരു സഹോദരനല്ലേ അവിടെ മണ്ണിനടിയിൽ കിടക്കുന്നത്. നമ്മളിപ്പോ അവിടത്തേക്ക് അലൗഡ് തരുന്നില്ല പോലീസ്. അവിടെ നമ്മളിപ്പം പോയിട്ട് തിരിച്ചു വന്നതാണ്. അവിടുന്ന് നമ്മൾ അങ്ങോട്ടുള്ള അലൗഡ് വിടുന്നില്ല അവരെന്താണ് പറയുന്നത്? അവരെന്താന്ന് പറയുന്ന അവിടെ പോകുന്നത് അത്ര ഇപ്പൊ സുരക്ഷിതമല്ല, ഇനിയും ചിലപ്പോ മണ്ണിടിയാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്, അപ്പം അങ്ങോട്ട് അലൗഡ് ഇല്ല എന്ന് പറഞ്ഞിട്ട് തിരിച്ചയക്കുകയാണ് ചെയ്യുന്നത് അവിടുന്ന്. ബഷീർ, 16-ാം തീയതി പുലർച്ചെ ഈ മണ്ണിടിഞ്ഞ്, ഈ മലയിടിഞ്ഞ് വീണതിന് ശേഷം അവിടെ ഒരു പാറ കഷണം പോലും ഇടിഞ്ഞു വീണിട്ടില്ലല്ലോ. ബഷീറിന് നേരിട്ടറിയാവുന്ന കാര്യമല്ലേ? അതെ അതെ. പിന്നെ എന്ത് ഇടിഞ്ഞു വീഴുമെന്നാണ് അവർ പറയുന്നത്? അതായത് ഇപ്പം മണ്ണിടിഞ്ഞ് വീണ സ്ഥലത്ത് അത്ര സുരക്ഷിതമല്ല, ഇനിയും മണ്ണിടിയാനുള്ള സാധ്യതകൾ ഉണ്ട് എന്നാണ് അവർ പറയുന്നത്. എന്തുകൊണ്ട് ഇപ്പൊ എനിക്കും അറിയില്ല ശരിക്കും പറഞ്ഞാൽ. ബഷീർ, ഇപ്പോൾ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് വഴിയിലെ തടസ്സം മാറ്റി വാഹനങ്ങൾ കടത്തിവിടാനായിട്ടാണ് അവർ പ്രാധാന്യം കൊടുക്കുന്നതെന്നാണ് അർജുന്റെ ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ പറയുന്നത്. ബഷീറിന് എന്താണ് അവിടെ കാണാൻ കഴിയുന്നത്? അതായത് ആദ്യം ഇവർ ഇങ്ങനെ മണ്ണിന്റെ അടിയിൽ ആരൊക്കെ ഉണ്ടാവും ഇതൊക്കെ ഇങ്ങനെ, പക്ഷെ ഇവർക്ക് എന്തായാലും ഒരു കൺഫേം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അവർ ആദ്യത്തെ ദിവസം മണ്ണ് ഈ ഒരു സൈഡിൽ നിന്ന് മണ്ണ് മാറ്റാനുള്ള രീതിയിൽ ഇത് പണിയെടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ ഇപ്പം അതിന്റെ അടിയിൽ ആൾക്കാരുണ്ട് എന്നുള്ള, വണ്ടികളൊക്കെ ഉണ്ട് എന്നുള്ള ഒരു ഇത് കിട്ടിയപ്പം അവർ അതിനുള്ള ശ്രമം നടത്തിക്കൊണ്ടുണ്ട്, അതിന് തെരച്ചിലും കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടുണ്ട്. പക്ഷെ ഒന്നാമത് ആദ്യം ഇവിടെ നല്ല കനത്ത മഴയായിരുന്നു ഇന്ന് ഉച്ചവരെ. അതുകൊണ്ട് അവർക്കും പണിയെടുക്കാനും കാര്യങ്ങളും ബുദ്ധിമുട്ടാവുന്നുണ്ടായിരുന്നു. ഇപ്പം ഉച്ചന് ശേഷം മഴ കുറഞ്ഞത് കൊണ്ട് അവരും JCBയും കാര്യങ്ങളും കൂടിയിട്ടുണ്ട്, ഇപ്പം കൂടുതൽ വന്നിട്ടുണ്ട്. അവരും അതിനുള്ള എല്ലാ ശ്രമവും നടത്തിക്കൊണ്ടുണ്ട്. ബഷീർ, നിങ്ങളൊക്കെ ഒന്ന് അവിടേക്ക് ചെല്ലണം, നിങ്ങളൊക്കെ ഒന്ന് ഇടപെട്ടാൽ. കാരണം അന്യനാടാണ്. നമുക്ക് ഇവിടെ ഇരുന്നു കൊണ്ട് പറയുന്നത് പോലെയല്ല, അവിടെയുള്ള 2 കിലോമീറ്റർ ഇപ്പുറത്തല്ലേ ബഷീർ താമസിക്കുന്നത്. അവർ തടയുമ്പോൾ അവരോട് പറയൂ, മണ്ണ് ഇടിഞ്ഞു വീണ് കിടക്കുന്ന സ്ഥലത്തേക്ക് പോകാനല്ല, നിങ്ങൾ എന്തുകൊണ്ട് അർജുനായുള്ള തെരച്ചിൽ ഊർജിതമാക്കുന്നില്ല എന്ന് ചോദിക്കാനാണ് ഞാൻ വന്നത്. അവിടെ മറ്റു മലയാളികളും ഇല്ലേ ബഷീർ? അതെ അതെ, മലയാളികൾ എന്ന് പറഞ്ഞാൽ ഇവിടെ കുറവാണ്. നമ്മള് ഒരു 10 പേരെങ്ങാനും ഉണ്ടാവും. ശരിക്കും പറഞ്ഞാൽ ഞങ്ങള് കേരള മലയാളീസ് അല്ല, മലയാളം സംസാരിക്കുന്നല്ലാതെ മലയാളികളല്ല. നമ്മള് സ്വന്തം കൊടകാണ് പ്രോപ്പർ. പക്ഷെ നമ്മളെ കയ്യിലാവുന്നത് എല്ലാ കാര്യങ്ങളും നമ്മൾ ഇവിടെ നിന്ന് ചെയ്യുന്നുണ്ട്. അവിടെ ഈ ജിതിനും അതുപോലെ തന്നെ അലിഫും ഒക്കെ അവിടെ നിൽക്കുകയാണ്. അവർക്കൊക്കെ അവിടെ ഒരു സഹായം പോലും കിട്ടുന്നില്ല. അവർക്കൊക്കെ ഒരു മാനസികമായ ഒരു പിന്തുണയെങ്കിലും നിങ്ങളൊക്കെ നൽകണം. അതേ കാര്യം. ഇന്നിപ്പം പോയിട്ടും അവിടുന്ന് തിരിച്ചയച്ചതാണ്, അങ്ങോട്ട് കയറ്റി വിടുന്നില്ല നമ്മളെ. അവരും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, നമ്മളോടും അങ്ങോട്ട് കയറ്റി വിടുന്നില്ല. ഓക്കെ, ഈ വിഷയത്തിൽ എന്താണ് ചെയ്യാൻ കഴിയുക എന്നുള്ളത്, സംസ്ഥാന സർക്കാരിന്റെ കുറച്ചുകൂടി ഇടപെടൽ ഈ വിഷയത്തിൽ ഉണ്ടായാൽ കുറച്ചുകൂടി വേഗം വെക്കുമോ ഈ തെരച്ചിലിന് എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. ഇപ്പോൾ ഷിരൂരിൽ ഈ മണ്ണിടിഞ്ഞ് കിടക്കുന്ന സ്ഥലത്ത് അതിന് തൊട്ടടുത്തുള്ള ബഷീറാണ് ഇത് പറഞ്ഞത്. ഒപ്പം ജിതിൻ എന്ന അർജുന്റെ ബന്ധുവിനോട് നമ്മൾ സംസാരിച്ചു, അൽഫു എന്ന ലോറി ഉടമയുടെ സഹോദരനോട് നമ്മൾ സംസാരിച്ചു. എല്ലാവരും പറയുന്നത് വഴിയിലെ തടസ്സം മാറ്റി പതിയെ ഈ കുന്ന് ഇടിഞ്ഞ് ലോറിക്ക് മുകളിൽ കിടക്കുന്ന ഭാഗത്തേക്ക് എത്താം. അപ്പോൾ അതിന് എത്ര സമയമെടുക്കും? ആ ജീവൻ അതുവരെ പിടിച്ചു നിർത്താൻ നമുക്ക് കഴിയുമോ? അങ്ങനെയുള്ള ഒരു വലിയ ചോദ്യം നമ്മുടെ മുന്നിൽ നിൽക്കുന്നുണ്ട്.